ഹലോ, വെൽക്കം ടു അജയ് കിച്ചൺ. ഇന്ന് ഞാൻ വെണ്ടയ്ക്ക കൊണ്ടൊരു ഒഴിച്ചുകറി ഉണ്ടാക്കാൻ പോവാണേ. സൂപ്പർ ടേസ്റ്റോടുകൂടിയൊരു വെണ്ടയ്ക്ക കറി. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനേ. ചോറിന് പിന്നെ വേറെ ഒരു മുട്ട പൊരിച്ചതായാലും മതി ഇന്ന് എന്തോടെ കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ഒരു 12 വെണ്ടയ്ക്ക ഉണ്ട്. ഇത് അത്ര വലുതുമല്ല, 2ആയിട്ടും 3ആയിട്ടും ഒക്കെ കഷ്ണിച്ചിട്ട് 12 വെണ്ടയ്ക്ക. ഇതുകൊണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കാം. സ്റ്റൗ ഓണാക്കാം. പാത്രം ചൂടാവട്ടെ. ഈ ചൂടായ പാത്രത്തിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കേ. ഇത് നല്ലെണ്ണയാണേ. അതെ, എണ്ണയൊന്ന് ചൂടാവട്ടെ. ഈ ചൂടായ എണ്ണയിലോട്ട് ഈ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വാട്ടിയെടുക്കാം, അല്ലെങ്കിൽ കറി വെക്കുമ്പോൾ കുഴഞ്ഞു പോവും. വെണ്ടയ്ക്കയുടെ ഈ കൊഴുപ്പൊന്ന് മാറാൻ വേണ്ടിയിട്ടേ, ഒരു പശ മാറിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ഫ്രൈ ഒന്നും ആക്കണ്ട, ഒന്ന് വാട്ടിയെടുക്കാം. അജയ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. അപ്പോൾ ഇതൊന്ന് വഴന്ന് വരട്ടെ. ഓക്കെ, നമ്മുടെ വെണ്ടയ്ക്കയെല്ലാം നല്ല വഴന്ന് കിട്ടേ. തീ കൂട്ടരുത്, മീഡിയം തീയിലിട്ട് വഴറ്റാവേ. ഒരു 2 മിനിറ്റ് വഴറ്റിയാൽ മതി. ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതെല്ലാം ഇങ്ങോട്ട് മാറ്റേ. ഇരിക്കട്ടെ. ഇനി തീ ഒന്ന് കുറച്ച് വെക്കാം. ഇതിനകത്ത് ശകലം നല്ലെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കേ. അതെ, ഒന്ന് കൂട്ടാം. ഇതിനകത്ത് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുത്ത് കടുക് പൊട്ടട്ടെ. ഇതിനകത്തത് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തേ. ഒരു 2 കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തൊരു 12 അല്ലി ചെറിയ വെളുത്തുള്ളി ഒന്ന് ചതഞ്ഞങ്ങ് പോകണ്ട, ചെറുതായിട്ടൊന്നും, ചതച്ചില്ലേലും കുഴപ്പമില്ല, ഇട്ട് കൊടുക്കുക. പിന്നൊരു 4 പച്ചമുളക് അരിഞ്ഞതേ. ഇനി ഇതിനകത്ത് 2 വലിയ സവാള കൊത്തി അരിഞ്ഞതേ. ഇതെല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കേ. ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ല വഴന്ന് കിട്ടണേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വഴന്ന് വരട്ടെ. നമ്മുടെ സവാള എല്ലാം നല്ല വഴന്ന് വന്നിട്ടുണ്ടേ. ഇനി ഇതിനകത്ത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തേ. കാശ്മീരി മുളക് പൊടിയാണേ. നിങ്ങളുടെ എരിക്കനുസരിച്ച് ഏത് മുളക് പൊടി വേണമെങ്കിലും ഇട്ട് കൊടുക്കേ. ഇനി ഇതിലോട്ട് 2 തക്കാളി, നല്ല പഴുത്ത തക്കാളി 2
നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇത് കാര്യം തക്കാളി ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടട്ടെ. ഇതൊന്ന് കവർ ചെയ്യാം. നമുക്ക് തീ ഒന്ന് കുറച്ചേക്കണേ. കവർ ചെയ്യട്ടെ. ഒരു 2 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. 2 മിനിറ്റ് കഴിഞ്ഞെടുക്കാം. തക്കാളി എന്തോന്ന് നോക്കേ. തക്കാളിയൊക്കെ നല്ല മിക്സാക്കി കൊടുക്കണേ. ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ, ഒരു 1.5 ടേബിൾ സ്പൂണോളം, 1.25 ടേബിൾ സ്പൂണോളം സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഈ സാമ്പാർ പൊടിയിൽ ഇത് ചേർത്തിട്ടില്ല, എന്തുവാ, മുളക് പൊടിയും ചേർത്തിട്ടില്ല, കായവും ചേർത്തിട്ടില്ല. ഞാൻ സാമ്പാർ വെക്കുമ്പോഴാണ് ചേർക്കണേ. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ പുളി, പിന്നെ പുളി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുക്കേ. ഇത് എൻ്റെ കയ്യിൽ പുളിയുടെ പേസ്റ്റ് ഉണ്ടായിട്ട് ഞാൻ ഇതിട്ട് കൊടുത്തത്. പുളിയാണെങ്കിൽ ഒരു ഇടത്തരം നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ട് അതിൻ്റെ നീരൊഴിച്ച് കൊടുക്കേ. തീ ഒന്ന് കൂട്ടാം. ഇനി ഇതിലോട്ട് കറിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ ഒഴിക്കേ. തീ ഒന്ന് മാക്സിമം എത്തി വെക്കാം. കറി ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ചിട്ടട്ടെ. നമ്മളെ കറി നോക്കെ നല്ല തിളയ്ക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഇപ്പോൾ ഈ വാട്ടി വെച്ച വെണ്ടയ്ക്കയില്ലേ അതിട്ട് കൊടുക്കാം. ഇനി ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഒരു 5-6 മിനിറ്റ് മീഡിയത്തിൽ കിടന്ന് തിളയ്ക്കട്ടെ. മീഡിയത്തിൽ വെക്കാം. ഇങ്ങനെ ഇടന്ന് ഒരു 6 മിനിറ്റ് കിടക്കട്ടെ. അത് കഴിഞ്ഞെടുക്കാം. നമ്മളെ കറി നോക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഓക്കെ, കറിയെല്ലാം നല്ല കുറുകി നല്ല മണം. ഇനി ഇതിലോട്ട് 1 തണ്ട് കറിവേപ്പില ഇങ്ങനെ ഒന്ന്, എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കേ. ഗ്യാസ് ഓഫാക്കാം. ഇനി ഇതൊരു സർവിങ് ബൗളിലോട്ട് മാറ്റേ. ഓക്കെ, ഇത്ര ടേസ്റ്റുള്ളൊരു ചോറിന് പറ്റിയ ഏറ്റവും നല്ലൊരു കറിയായേ. പിന്നെ പുളിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തിൻ്റെ കൂടെയും കഴിക്കാം. ചപ്പാത്തിയുടെ കൂടെയോ ചോറിന് നല്ലൊരു കറിയാണിത്.
ഓക്കെ, നമ്മൾ സൂപ്പർ ടേസ്റ്റോടുകൂടിയൊരു വെണ്ടയ്ക്ക കറി. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനേ. ചോറിന് പിന്നെ വേറെ ഒരു മുട്ട പൊരിച്ചതായാലും മതി ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.